യുവാക്കൾ സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ ഒരു ചടങ്ങാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് അതിലെ ആദ്യത്തെ സന്തോഷം എന്ന് പറയുന്നത്. രണ്ട്, ഇവിടെ ആദരിച്ച 4-5 പേരെ ആദരിച്ചു. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മറ്റുള്ളവർക്ക് ഒരു ആദരവ് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ ആദരിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും പുറകിലാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇവിടെ ആദരവേറ്റുവാങ്ങിയ എല്ലാവരെയും അഭിനന്ദിക്കുവാനാണ് ഈ സന്ദർഭം. രണ്ടാമതായി ഞാൻ ഗാന്ധിസത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ആദ്യമായി മാനവരാശിയെ ഏകീകരിക്കാൻ ശ്രമിച്ചത് ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ, ഒരു സംഘടന എന്ന രീതിയിൽ, ഒറ്റക്കെട്ടായി ഒരു ജനത എന്ന രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത് കാത്തലിക് സഭകളാണ്. കാത്തലിക് സഭകളുടെ പ്രവർത്തനമാണ് ലോകത്തിൽ ആദ്യമായി മനുഷ്യ സമൂഹത്തെ സംഘടന എന്ന രീതിയിൽ ഏകീകരിച്ചു നിർത്താൻ ശ്രമിച്ചത്. പാശ്ചാത്യ പൗരസ്ത്യ സഭകളുടെ ആവിർഭാവത്തോടെ വിവിധ രാജ്യങ്ങളിൽ ഉടലെടുത്ത സഭകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അതിന്റെ സാർവദേശീയ സ്വഭാവം നഷ്ടപ്പെട്ടു. പിന്നീട് ലോകമാനവ സമൂഹത്തെ ഏകീകരിക്കാൻ ശ്രമിച്ചത് ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ, ഒരു സംഘടന എന്ന രീതിയിൽ ഏകീകരിച്ചു നിർത്താൻ ശ്രമിച്ചത് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ലോകത്ത് മുന്നോട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. മാർക്സിയൻ ചിന്താഗതിയാണ്. റഷ്യയിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ചൈനയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ഇന്ത്യയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉടലെടുത്തപ്പോൾ അതിന്റെയും സാർവദേശീയ സ്വഭാവം കുറഞ്ഞു വരികയായിരുന്നു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലോകമാനവ സമൂഹത്തെ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞ് ഏകീകരിച്ചു നിർത്താൻ കഴിയുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ അഭാവമാണ് എന്നുള്ളതാണ്. അവിടെയാണ് നാം ഗാന്ധിസം എന്ന വിഷയം ഏറെ പ്രസക്തമാകുന്നത്. ഗാന്ധിസമാണോ എന്ന് ചോദിച്ചാൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗാന്ധി മാത്രമേ ഉള്ളൂ, ഗാന്ധിസം എന്ന ഒന്നില്ല എന്ന് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കും, ഗാന്ധി ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ